ലേഖിക സുധ മേനോൻ. മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ 100-ാം വാർഷികവും സർദാർ പട്ടേലിന്റെ 150-ാം ജന്മവാർഷികവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി AICC സമ്മേളനം അഹമ്മദാബാദിൽ 8-9 തീയതികളിൽ നടക്കുകയാണ്. 3-ാം തവണയാണ് കോൺഗ്രസ് സമ്മേളനത്തിന് നഗരം ആതിഥ്യം വഹിക്കുന്നത്. 1902-ലെ 18-ാം സമ്മേളനമായിരുന്നു ആദ്യത്തേത്. 1921-ൽ 36-ാം സമ്മേളനത്തിനും വേദിയൊരുങ്ങി. 1921-ലെ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനം സൃഷ്ടിച്ച പ്രതിഷേധത്തിന്റെ ഭൂകമ്പങ്ങളിൽ രാജ്യം ആടിയുലഞ്ഞ കാലം. കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട CR ദാസ് ജയിലിലായിരുന്നതിനാൽ ഹക്കീം അജ്മൽ ഖാൻ താൽക്കാലിക അധ്യക്ഷനായി. കോൺഗ്രസിന്റെ പുതിയ ഭരണഘടന നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ സമ്മേളനവുമായിരുന്നു അത്. ഗാന്ധിസം ഇന്ത്യയിൽ മതമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ചിക്കാഗോ ട്രൈബ്യൂണിന്റെ പ്രവചനങ്ങൾ ശരിവച്ച് പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം ഗാന്ധിജിയിലേക്ക് എത്തിയതും അഹമ്മദാബാദിൽ വച്ചാണ്. 6000 പ്രതിനിധികൾ പങ്കെടുത്ത ആ സമ്മേളനത്തെ അവിസ്മരണീയമാക്കിയത് സ്വീകരണ കമ്മിറ്റി ചെയർമാൻ സർദാർ പട്ടേലിന്റെയും സെക്രട്ടറി GV മാവലങ്കറിന്റെയും സംഘാടക വൈഭവമായിരുന്നു. സബർമതിയുടെ തീരത്തെ വിശാലമായ സമ്മേളന നഗരിക്ക് ഖാദി നഗർ എന്നായിരുന്നു പേര്. കസേരകൾക്കും മേശകൾക്കും പകരം നിലത്തുവിരിച്ച കമ്പളത്തിൽ നേതാക്കളും പ്രതിനിധികളും ഇരിക്കാൻ തുടങ്ങിയത് അക്കൊല്ലമാണ്. കസേരകൾ ഒഴിവാക്കിയ വകയിൽ മാത്രം 75,000 രൂപ പട്ടേൽ ലാഭിച്ചു. പന്തലുകൾ ഖാദി ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഈ സമ്മേളനത്തിലാണ് അന്നത്തെ മുസ്ലിം ലീഗ് അധ്യക്ഷനും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുമായിരുന്ന മൗലാന ഹസ്രത്ത് മൊഹാനി പൂർണ്ണ സ്വരാജ് പ്രമേയം സബ്ജക്ട് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. അക്കാലത്ത് മുസ്ലിം ലീഗ് അടക്കം മറ്റു സംഘടനകളുടെ ഭാരവാഹികളും കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ എതിർപ്പ് മൂലം പ്രമേയം പാസായില്ല. ഗുജറാത്തിന്റെ മണ്ണിൽ ആദ്യമായി കോൺഗ്രസ് പതാക ഉയർത്തിയതും അഹമ്മദാബാദ് സമ്മേളനത്തിലാണ്. ആദ്യമായി പാർട്ടി പതാക ഉയർന്ന സബർമതി തീരത്തെ മണ്ണ് പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതായി. അദ്ദേഹം ആ സ്ഥലം വാങ്ങാൻ ആഗ്രഹിച്ചു. പക്ഷേ ഉടമസ്ഥർ താങ്ങാനാവാത്ത വില പറഞ്ഞതുകൊണ്ട് ആ നീക്കം ഉപേക്ഷിച്ചു. ആ തുക ഉപയോഗിച്ച് ബദ്രയിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് മനോഹരമായ ആസ്ഥാന മന്ദിരം അദ്ദേഹം പണിയിപ്പിച്ചു. പക്ഷേ ഖാദി നഗർ സ്വന്തമാക്കാനുള്ള ആഗ്രഹം പട്ടേലിനെ വിട്ടുപോയില്ല. 1922-ൽ അദ്ദേഹം അഹമ്മദാബാദ് മുനിസിപ്പൽ ചെയർമാൻ ആയപ്പോഴേക്കും ഭൂമിയുടെ ഉടമസ്ഥർ വില 3-1 കുറച്ചിരുന്നു. പട്ടേൽ ഉടൻ ആ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി വാങ്ങി. ഗുജറാത്ത് സേവക് സമാജ് എന്ന സംഘടന തുടങ്ങണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ ചരിത്രം തീരുമാനിച്ചത് മറ്റൊന്ന്. പ്ലേഗും മറ്റ് സാംക്രമിക രോഗങ്ങളും അനേകരുടെ മരണത്തിനിടയാക്കിയ സാഹചര്യത്തിൽ ദരിദ്രർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കാൻ സിവിൽ ഹോസ്പിറ്റൽ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുതരണമെന്ന പട്ടേലിന്റെ ആവശ്യം ബ്രിട്ടീഷ് സർക്കാർ നിരസിച്ചു. തുടർന്ന് ഖാദി നഗറിൽ ആശുപത്രി നിർമ്മിക്കാൻ പട്ടേൽ തീരുമാനിച്ചു. അഹമ്മദാബാദിലെ ധനിക കുടുംബാംഗങ്ങളായ ചുനിലാൽ നാഗിൻദാസ് ചിനായിയും വാടിലാൽ സാരാഭായ് സേട്ടും ചേർന്ന് 5 ലക്ഷം രൂപ നൽകി. അങ്ങനെ 1926 ഒക്ടോബർ 5-ന് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും ചിനായി സാരാഭായ് കുടുംബങ്ങളും ചേർന്ന ട്രസ്റ്റ് നിലവിൽ വന്നു. അവരുടെ ശ്രമഫലമായാണ് 1200 കിടക്കകളുള്ള വാടിലാൽ സാരാഭായ് ഹോസ്പിറ്റൽ 1931 ഡിസംബർ 13-ന് നിലവിൽ വന്നത്. VS ഹോസ്പിറ്റൽ എന്നറിയപ്പെട്ട ഈ ആശുപത്രി ദരിദ്രരുടെ അഭയ കേന്ദ്രമായി മാറി. അഹമ്മദാബാദ് വീണ്ടും ഒരു കോൺഗ്രസ് സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കുമ്പോൾ പ്രതിനിധികൾ സാക്ഷ്യം വഹിക്കുന്നത് പട്ടേലിന്റെ വിയർപ്പിൽ നിന്നുയർന്ന കോൺഗ്രസ് ചരിത്രവുമായി അഭേദ്യ ബന്ധം പുലർത്തുന്ന ഈ ജനകീയ ആശുപത്രി ആസന്ന മരണം കാത്തുകിടക്കുന്ന സങ്കടക്കാഴ്ചയാണ്. VS ഹോസ്പിറ്റലിനെ അവഗണിച്ചാണ് 331 കോടി രൂപ ചെലവിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് എന്ന പേരിൽ പടുകൂറ്റൻ ആശുപത്രി 2019-ൽ അഹമ്മദാബാദ് കോർപ്പറേഷൻ ആരംഭിച്ചത്. പഴയ ആശുപത്രിയിൽ നിന്ന് ഭൂരിഭാഗം കിടക്കകളും ഓപ്പറേഷൻ തിയേറ്ററും മിക്കവാറും ചികിത്സാ വകുപ്പുകളും മാറ്റിയതോടെ VS ഹോസ്പിറ്റൽ പ്രേതമന്ദിരം പോലെയായി.
ആ പൈതൃക മന്ദിരം ദയാവധം കാത്തുകിടക്കുമ്പോൾ പട്ടേലിന്റെ പേരിലുള്ള പുതിയ കോർപ്പറേറ്റ് സ്റ്റൈൽ ആശുപത്രിയിലെ ഭീമമായ ചികിത്സാ നിരക്ക് സാധാരണക്കാരെ അകറ്റി നിർത്തുന്നു. VS ആശുപത്രിയെ ആശ്രയിച്ചു വന്ന സാധാരണക്കാർക്ക് അഭയം നഷ്ടപ്പെട്ടു. VS ഹോസ്പിറ്റൽ നിലനിർത്തണമെന്ന കോൺഗ്രസിന്റെയും ചിനായ് സാരാഭായ് കുടുംബാംഗങ്ങളുടെയും ആവശ്യം ഭരണകക്ഷിയായ BJP തള്ളിക്കളഞ്ഞു. കുറഞ്ഞ ചെലവിൽ ചികിത്സ നൽകുമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനും ജീവനക്കാരെയും ഉപകരണങ്ങളെയും പുതിയ ആശുപത്രിയിലേക്ക് മാറ്റിയതിനും എതിരെ ചിനായ് സാരാഭായ് കുടുംബങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. VS ഹോസ്പിറ്റലിനെ പൂർണ്ണമായും അവഗണിച്ച് ഇല്ലാതാക്കുന്ന സമീപനമാണ് വൻ ഭൂരിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിൽ കോർപ്പറേഷൻ ചെയ്യുന്നത്. വൈകാതെ ആ ആശുപത്രി അപ്രത്യക്ഷമാകും. ഗുജറാത്തിൽ ഗംഭീര തിരിച്ചുവരവാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെങ്കിൽ VS ഹോസ്പിറ്റൽ വീണ്ടെടുക്കാനുള്ള ജനകീയ സമരത്തിൽ നിന്നാകണം അത് ആരംഭിക്കേണ്ടത്. അങ്ങനെ സ്വന്തം ചരിത്രത്തോട് നീതി പുലർത്തണം. അഹമ്മദാബാദ് നഗരത്തിന്റെ ചരിത്രത്തിൽ അലിഞ്ഞു ചേർന്ന ഗാന്ധി പട്ടേൽ പൈതൃകത്തിന് അപ്രതീക്ഷിതവും അസഹനീയവുമായ രൂപാന്തരം സംഭവിക്കുന്ന കാലത്ത് സബർമതിയുടെ തീരത്ത് നടക്കുന്ന സമ്മേളനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉറവ തേടിയുള്ള സാർത്ഥക യാത്ര കൂടിയാകണം.